ഫാൻ കറങ്ങുന്നുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഗൈസ്, വി ഡിഡ് ഇറ്റ്. എനിക്കിനി മേക്കപ്പ് ചെയ്യാം വിത്ത് ദ ഫാൻ ഓൺ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് തന്നെ ഞാൻ ലാസ്റ്റ് ഇട്ടത്. കാരണം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കുളിക്കാറുണ്ട്, പക്ഷേ നൈറ്റ് വേറെ ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഇത് മാത്രമേ ഇട്ടുള്ളൂ. ഇന്ന് ഞാൻ വേറെ നൈറ്റ് മാറ്റും. എനിവേ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ് വിത്ത് മൈ ന്യൂ മൈക്ക്. കേൾക്കാവോ? ഹലോ, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. സക്സസ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇത് പഠിക്കാനായിട്ട്. ഈ സംഭവം മറ്റേ സാധനമൊക്കെ നോക്കി ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അറിയില്ല. കുറച്ച് സമയം പോയി. ബട്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അറ്റ് 12 എൻ്റെ വീട്ടിൽ തന്നെ. സോ ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ് ബിഫോർ ദാറ്റ്. ഇത് കേൾക്കാവോ? കയ്യടി. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ ചെയ്യുന്നത്? ടുഡേ ഐ എം ഗോണ ടീച്ച് യു, നോട്ട് ടീച്ച് യു ബട്ട് ടെൽ യു ഹൗ ഐ ഡു മൈ നാച്ചുറൽ മേക്കപ്പ്. കുറച്ച് കണ്ണിന് മറ്റേ പൊടി ഡസ്റ്റൊക്കെ കയറി കുറച്ച് ചൊറിച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാനിത് കഴിഞ്ഞൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ട് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി കാണിക്കാം. ഓക്കെ, സോ ബിഫോർ ഓൾ ഓഫ് ദിസ് ഐ ഡു മൈ സ്കിൻ കെയർ. What I do is, ഈ ബ്രാൻഡ് ബയോസിൽക്കിൻ്റെ ഓട്ട് ക്രീമാണ് ഇടുന്നത് ബിക്കോസ് ഐ ഹാവ് കോമ്പിനേഷൻ സ്കിൻ. സോ ദിസ് ഇസ് വെരി ഗുഡ് ഫോർ കോമ്പിനേഷൻ സ്കിൻ. ആൻഡ് ദിസ് ഡോട്ട് ആൻഡ് കി സൺസ്ക്രീൻ, ബ്ലൂബെറി സൺസ്ക്രീൻ. സോ ഐ ജസ്റ്റ് മിക്സ് ആൻഡ് ജസ്റ്റ് മോത്തിടും. സമയം തികയുമെന്നാണ്. നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ. അയ്യോ, എൻ്റെ മൈക്കിലാവില്ലേ? എനിക്ക് മൈക്ക് അകത്ത് വെക്കാം, പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കണം മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഒരു നല്ലൊരു വലിയ ഗിഫ്റ്റ് കിട്ടിയല്ലേ. വാവ്, കാർത്തിക് ഷട്ടാ, വെരി ഗുഡ് കിസ്. വി ഹാവ് 45 minutes. 45 ഗൈസ്. കുറേ പേര് വാച്ചിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇടാം. ബട്ട് ദിസ് ഈസ് എ വാച്ച് ഫ്രം ഫോസിൽ. ഇതിൻ്റെ പേര് സ്കാർലെറ്റ് എന്നാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡ്യൂപ്പ് ഓഫ് റോളക്സ് എനിക്ക് മേടിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ തൽക്കാലം ഇത് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. Fake it till you make it. either. My sunscreen and everything is done. Okay. ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്യും. All the products are tagged. Okay. If anyone wants, please check it out. So, usually I do foundation and concealer, whatever. But എനിക്കറിയില്ല, I have nothing planned here. എൻ്റെ മേക്കപ്പ് സാധനം കാണിച്ചു തരാം. നേരത്തെ കുറച്ച് ക്ലീൻ ആയിരുന്നു, ബട്ട് ഇത് ഇപ്പം എന്തൊക്കെയോ കാരണം അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ബ്രഷസ് ആൻഡ് ദിസ് ഇസ് വാട്ട് നമ്മുടെ കാത്തി ചേച്ചി ഗേവ് മീ. ലെറ്റ് സ്റ്റാർട്ട്. ബട്ട് ഇതിനൊക്കെ മുമ്പ് ഐ വോണ്ട് സേ, ഇഫ് യു ഹാവ് ഡ്രൈ ലിപ്സ്, ഓക്കെ, മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റ്സ് റിയലി ഗുഡ് ടു പുട്ട് മോയ്സ്ചറൈസ് യുവർ ലിപ്സ്. കാരണം എല്ലാം കഴിയുമ്പോൾ യുവർ ലിപ്സ് ആർ മോയ്സ്ചറൈസ്ഡ്. സോ ഹിയർ വാട്ട് ഐ യൂസസ്, ജീസൂടെ പണ്ട് ഞാൻ മേടിച്ചൊരു ലിപ് ബാം ആയിരുന്നു. ഫോർ മീ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇതെങ്കിലും തീർക്കാൻ നോക്കുക. വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ലൈറ്റിങ് ചീത്തയാണോ? ഞാൻ ലൈറ്റ് വെക്കണോ? ലൈറ്റും കൂടെ വെക്കാം അല്ലേ? വെയിറ്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, നൗ വി ആർ ടോക്കിംഗ്. ചാർജ് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പ്രൈമർ. നിങ്ങളെല്ലാവരും പ്രൈമർ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെന്ന്. ശരിക്കും ഞാൻ എൻ്റെ ഫേവറേറ്റ് ഇത് പറഞ്ഞുതരാം. അഫോർഡബിൾ. ദിസ് ഇസ് കളർ ബാറിൻ്റെ പ്രൈമർ. നിങ്ങൾക്കറിയാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് 3 primers. ഒന്ന് ഹുഡാ ബ്യൂട്ടിയുടെ, ഒന്ന് കളർ ബാറിൻ്റെ, ഒന്ന് ക്ലിനിക്കിൻ്റെ. ബട്ട് ദിസ് ഇസ് ദ അഫോർഡബിൾ വൺ ദാറ്റ് ഐ ഹാവ്. സോ വിൽ ഗോ വിത്ത് ദിസ്. ദിസ് ഇസ് മാറ്റിഫൈങ് ജെൽ പോലെ. എവിടെ ക്യാമറ? ഇതാണ് ക്യാമറ. ഓക്കെ. ഓ മൈ ഗോഡ്, എന്ത് സുഖം ആ ഫാനിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ. നേത്രമൊക്കെ ഫാനിലൊന്നും ഇല്ലാതെ മേക്കപ്പ് ചെയ്തോണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഇടുന്നു. എവിടെയൊക്കെ എന്താ പറയുക ഓയിലി ആവാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ ഈ പ്രൈമർ ഇടുന്നത് നന്നായിരിക്കും. ബിക്കോസ് എണ്ണയെ കുളിച്ചതുപോലെ നിങ്ങൾ ഇരിക്കില്ല. മനസ്സിലായോ? നോക്ക്, നിങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പം കാണുമ്പോൾ എണ്ണയെ കുളിച്ചിരിക്കുന്നവരുണ്ട്. ബട്ട് കാം ഡൗൺ, ഞാനുണ്ട് കൂടെ. ഡോണ്ട് വറി. കണ്ട മുകളിലിടുക. അയ്യോ, ലൈറ്റ് കാരണം എനിക്കൊന്നും കാണുന്നില്ല. എനിവേ, സോ നമ്മുടെ ഇത് കുരു കഴിഞ്ഞു. Now what next is the question. നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട് ചെയ്യാനായിട്ട്. ഒന്ന്, സോ ഈ കറുത്ത പാട്ടിനൊക്കെ വാട്ട് ഐ ഡു ഇസ് കളർ കറക്ഷൻ. ബട്ട് ഈ കളർ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ
എൻ്റെ സ്കിൻ ടോൺ ഓറഞ്ച് കളറാണല്ലോ വേണ്ടത്, ഓറഞ്ച് കളർ കറക്റ്റ്. അപ്പോൾ ഈ ഓറഞ്ച് കറക്റ്ററുള്ള അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഒരു കൺസീലർ ഞാൻ മേടിക്കും. ഓക്കെ, ദിസ് ഫ്രം റെയർ ബ്യൂട്ടി. ഇതെനിക്ക് നാച്ചുറൽ ലുക്ക് തരും. ബട്ട് സി മൈ മൈ ചെസ്റ്റ് ആൻഡ് മൈ ഫേസ് ആർ 2 ഡിഫറെൻറ്റ് കളേഴ്സ്. ഹ്യൂമൻ ബോഡി അങ്ങനെയാണ്. കാരണം നമ്മുടെ ഈ ഭാഗം കുറച്ചും കൂടെ സൂര്യനിലിടുന്നത്. എത്ര സൺസ്ക്രീൻ സൺബ്ലോക്ക് ഒക്കെ ഇട്ടാലും കുറച്ച് ഡാർക്കായ ആകും. സോ ദ കളർ ഓഫ് ദിസ് ഇസ് ഡിഫറെൻറ്റ്. സോ ഇത് മാച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് യു ഹാവ് ടു ഗോ. ഇത് മാച്ച് ചെയ്യാനാണെങ്കിൽ. ബട്ട് ഇഫ് യു വോണ്ട് ടു കീപ് ദാറ്റ് നാച്ചുറൽ ലുക്ക്, നിങ്ങളുടെ ഫേസിന് പറ്റിയ കൺസീലർ പോവാം. ഫോർ മീ ഇതാണ് ഫേസിന് പറ്റിയ കൺസീലർ. പെൻഡീസ് പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് കളറായി പോകും. ബട്ട് ഇപ്പോൾ ഞാൻ ഹൈനെക്കൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ ഇതങ്ങ് ഇതാണ് ഉപയോഗിക്കാറ്. ബിക്കോസ് എന്തിനു വേസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ലൈറ്റർ ഷെയ്ഡും കൂടെ ഇടും. ബട്ട് ആക്ച്വലി എനിക്ക് ഇപ്പോൾ കുറച്ച് ഇത് ഡാർക്കായിട്ടുണ്ട്. ബിക്കോസ് മേക്കപ്പ് സ്കിൻ മാറും തോറും ലൈക്ക് ടാനൊക്കെ പോവും വരും. സോ എനിക്കിപ്പോൾ കുറച്ച് ഡാർക്കാണ് ഇത്. ദിസ് ഇസ് ഫൈൻ. ദിസ് ഇസ് ഗിവ് ഒരു നാച്ചുറൽ ലുക്ക് എനിക്ക് തരും ഇത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കളർ പാലറ്റ് എടുക്കുക. ഇത് നിക്സിൻ്റെ ആണ്, നിക്സ് കളർ പാലറ്റ്. ഐ തിങ്ക് ഇറ്റ് സോൾഡ് ഔട്ട്. ബട്ട് വേറെ കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്, അഫോർഡബിൾ ആസ് വെൽ. സോ വാട്ട് ഐ ഡു ഇസ് ദിസ് തിങ് യു സീ, ദിസ് ഇസ് ഓറഞ്ച് കളർ കറക്റ്റ്. കുറച്ച് കളർ കറക്റ്റ് ഇട്ടിട്ട് അത് സെറ്റാക്കിയിട്ട് ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഇത് ഭയങ്കര ലൈറ്റ് എൻ്റെ ഷെയ്ഡിന്. ഇത് ഒരുമാതിരി തന്നെ പൗഡർ ഇട്ട പോലെ ഇരിക്കും. അതിഷ്ടം വേണ്ട. സോ ഇത് മൈ സ്കിൻ ടോണിൻ്റെ ക്ലോസറാണ്. ഇത് കുറച്ചും കൂടെ ലൈറ്റാണ്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടും. സോ ഞാൻ നിങ്ങൾക്ക് ഇത് വേറെ ദിവസം കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലം ഇത് ഉപയോഗിക്കാം. ഓക്കെ. ഓ മൈ ഗോഡ്, സോ മച്ച് ഓഫ് നോളജ്. നിങ്ങൾ കുറേ ചോദിക്കുന്നുണ്ട് ബ്രഷൊക്കെ എവിടെ നിന്നാണ്. സോ ദിസ് ബ്രഷ് പാക്ക് ജോവിത്തയുടെ ഒരു കളക്ഷൻ ആയിരുന്നു. സോ ദിസ് ഇസ് ഫ്രം നൈക്ക. ഐ ട്രൈ ടു ടാഗ് ദിസ് ഇവിടെ ഉണ്ടെങ്കിൽ. അതല്ലാതെ ചില ബ്രഷസ് എൻ്റെ അമ്മയുടെ ഞാൻ മോഷ്ടിച്ചെടുത്തതാണ്. ഓക്കെ, സോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ആങ്കുലർ ബ്രഷ് ഓറഞ്ച് കളർ കറക്റ്റ് എടുക്കുക. കുറച്ച് ഇച്ചുവി ഓക്കെ കണ്ണിൻ്റെ അടിയിൽ. സി ഹൗ ഇച്ചിരി മെയ്ഡ് എ ഡിഫറൻസ്. ഇതിൽ നിന്ന് ബിൽഡ് ചെയ്യാം. ഓക്കെ, കൂടുതലങ്ങ് വലിച്ചിടരുത്, അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് മേക്കപ്പ് നിങ്ങളുടെ മുഖം കുറച്ചും കൂടെ സുന്ദരിയായിരിക്കും. ലൈക്ക് മേക്കപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഉള്ള സൗന്ദര്യത്തിനെ എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ പറയൂ എനിക്ക് എവിടെ നിന്നാണ് സൗന്ദര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. സോ ഇതെടുക്കട്ടെ. കുറച്ച് ലൈറ്റ്ലി ടാപ്പി ഇങ്ങോട്ടൊന്നും കൊണ്ടുകൊണ്ട് ജസ്റ്റ് എവിടെയാണോ ഉള്ളത്. ഞാൻ പിന്നെ പൊതുവെ കണ്ണിൻ്റെ മുകളിൽ ഇടാറില്ല. ഇവിടെ ഞാൻ ഇടാറില്ല. ബിക്കോസ് ഞാൻ ഇത് എൻ്റെ ഐ ഷാഡോ ആയിട്ട് അങ്ങ് യൂസ് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ കൺസീലർ ഇട്ടെന്ന് വെച്ചോ, ഇപ്പോൾ കണ്ണ് താഴേക്ക് ആക്കുമ്പോൾ ഇവിടെ ഒരു ക്രീസ് ഉണ്ടല്ലോ, ഒരു വെട്ട്. അത് കണ്ണ് താഴെ ആക്കുമ്പോൾ അവിടെ ഇങ്ങനെ എനിക്കത് ഇഷ്ടമല്ല. സോ ഞാൻ കണ്ണിൻ്റെ മുകളിൽ ലൈക്ക് ഈ കൺസീലർ ഫൗണ്ടേഷനൊന്നും ഇടാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടോ, കാരണം നിങ്ങളുടെ കണ്ണാണ്. സോ സി ബട്ട് നല്ലൊരു ചേഞ്ച് വന്നില്ലേ? അതാണ് ഈ ഓറഞ്ച് കളർ കറക്റ്റിൻ്റെ ഒരു ഗുണം. എനിക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ചിലവർക്ക് പീച്ച് കളറായിരിക്കാം. ചിലവർക്ക് ഈ റെഡ്നെസ് ഉണ്ടെങ്കിലേ ഗ്രീൻ കളർ കറക്റ്ററാണ് നല്ലത്. സോ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടാവുന്നേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്കിവിടെ കുറച്ച് ഇതുണ്ട്. സോ ഞാൻ കൂടുതൽ എടുക്കത്തില്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ചെയ്തു പോകും. കൂടുതൽ ഇടത്തില്ല. ബിക്കോസ് ഓൾറെഡി കൺസീലറൊക്കെ വരുമ്പോൾ ഭയങ്കര അലിഞ്ഞു വരും ഈ ചൂടത്ത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇരിക്കാം. വേറെ എവിടെ എനിക്ക് ആവശ്യമില്ല. ഇവിടെ കണ്ടോ കുറച്ചൊരു ഡാർക്ക് കളറുണ്ട്. അതൊരു പിഗ്മെൻറ്റേഷനാണ്. പക്ഷേ ഞാനത് യൂസ് ചെയ്യും. എങ്ങനെ? സി ഇവിടെ കോൺടോർ വരുമല്ലോ, നമ്മുടെ കോൺടോറിങ്. എനിക്ക് ഓൾറെഡി ദൈവമായി സഹായിച്ചത് ഉണ്ട്. ചിലവർക്ക് അതുണ്ട്. ചിലവർ അവിടെയും കളർക്കാട്ട്. അത് അതിൻ്റെ ആവശ്യമില്ല. സി ഓൾറെഡി ദെയർ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കോൺടോർ ഹിയർ. ഞാനത് നാച്ചുറലി അങ്ങ് യൂസ് ചെയ്യും. ചിലപ്പോൾ ഗ്ലാം ലുക്കിന് ഞാനത് ആഡ് ചെയ്യും എക്സ്ട്രാ. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഗ്ലാം ലുക്ക്, ബൈ ദിസ് ഇസ് നാച്ചുറൽ മേക്കപ്പ് ദാറ്റ് ഐ യൂസ്. ഓക്കെ, ദെൻ വാട്ട് ഐ ഡു ഇസ് ഫൗണ്ടേഷൻ എടുത്തിട്ട് കുറച്ച് ഇച്ചിരി, ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, ബട്ട് ഞാനിവിടെ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, കൺസീലർ വെച്ച് വർക്ക് ചെയ്യാന്നുള്ളൂ. ബട്ട് വാട്ട് എവർ മേക്സ് യു ഹാപ്പി. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എടുക്കുക. 1 2
ഒറ്റ നെക്കിൽ ഞാൻ ഇത്ര എടുത്തു, മതി. ഇനി കൂടുതൽ വെച്ച് അതിലൊന്നും പോണ്ട. ഗ്ലാം ലുക്കിനാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇതിന് നമുക്കറിയാം നാച്ചുറൽ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതനുസരിച്ചേ വരും. കണ്ണിൻ്റെ അടിയിലോട്ട് ഇടണ്ട. കണ്ണിൻ്റെ അടിയിൽ അപ്പോൾ ഞാൻ ഇവിടെ വരെ മാക്സിമം കൊണ്ടുവരും. കണ്ണിൻ്റെ അടിയിലോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല, കണ്ണിൻ്റെ മുകളിലോട്ടും ഞാൻ കൊണ്ടുപോകത്തില്ല. ഓക്കെ, ചെറിയൊരു ചേഞ്ച് വന്നതല്ല ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലവർ ഇത് സെറ്റ് ചെയ്യും അവരുടെ സ്കിന്നിലേക്ക്. എനിക്ക് പേഴ്സണലി ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതില്ലേ സെറ്റിംഗ് പൗഡർ, അത് വെച്ച് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടി സെറ്റ് ചെയ്തിട്ട് വീണ്ടും കൺസീലർ ഇടാം. ബട്ട് എനിക്കത് ആവശ്യമില്ല. സോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ സ്കിൻ ടോണിൻ്റെ കൺസീലറിലേക്ക് പോകും. Wow, see already a difference. Wow. See, ഇപ്പോൾ ഓൾറെഡി എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മായ്ച്ചപ്പോൾ തന്നെ കണ്ണിൻ്റെ മേൾഭാഗത്തൊരു ഐ ഷാഡോ വന്നല്ലേ. ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഐ എം ജസ്റ്റ് യൂസിങ് മൈ ഷെയ്ഡ്. ഞാൻ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ടില്ല. ലൈറ്റർ ഷെയ്ഡ് എനിക്കിവിടെ ആവശ്യമില്ല. ബിക്കോസ് ഗ്ലാം ലുക്കിന് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ചിന്നിൽ കുറച്ച്, നെറ്റിയിലും കുറച്ച്. നടുക്കത്തെ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ബാക്കിയെല്ലാം പൗഡർ വെച്ച് വി ക്യാൻ അഡ്ജസ്റ്റ് എനിവേ. ആൻഡ് ഓൾസോ നാച്ചുറൽ ലുക്കിന് ഇവിടെ ഇങ്ങോട്ട് ഞാൻ അധികം കൺസീലറൊന്നും കൊണ്ടുവരാറില്ല. ഞാൻ വാട്ട് ഐ ഡു ഇസ്, ഞാൻ ചെറിയൊരു ബ്രൈറ്റനിങ് എഫക്റ്റിന് വേണ്ടി ഞാൻ ഈ അറ്റത്ത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഈ അറ്റത്ത് മാത്രം ഐ ആഡ് മോർ സെയിം കൺസീലർ. ഐ ആഡ് മോർ. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് കുറച്ച് ബ്രൈറ്റനിങ് കൺസീലർ യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കതിൽ ആഡ് ചെയ്യണ്ടോ നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, ഇവിടെ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു ലിപ് ടിൻ്റ് എടുക്കുക. ഇതുണ്ട്, കവർ ഗേളിൻ്റെ ഉണ്ട്. ഇതിവിടെ കിട്ടില്ല, എനിക്ക് കാത്തി ചേച്ചി തന്ന ഗിഫ്റ്റാണ്. കവർ ഗേളിൻ്റെ ഉണ്ട്, അത് ഞാനിവിടെ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ദിസ് ഇസ് കവർ ഗേളിൻ്റെ ടിൻറ്റ്, വാട്ടർ ടിൻറ്റാണ്. ദിസ് ഇസ് നമ്മുടെ മാസിൻ്റെ ചോക്കോ ബട്ടർ ടിൻറ്റ്. ഓക്കെ, എന്തായാലും ഇതിടാം, കുറച്ചിട്ടാൽ മതി. എന്തായാലും ഇത് തുടച്ചാളെ ഉള്ളതാണ്. സോ ഞാനിത് കുറച്ച് കഴിയുമ്പോൾ മാറ്റി തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടിൻറ്റ് ഉണ്ടെന്ന്. ഇതും കൂടെ ഇട്ട് തരാം. ഇതും എനിക്ക് കാത്തി ചേച്ചി ഗിഫ്റ്റ് തന്നാണ്. നിക്സിൻ്റെ വാട്ടർ അബൌട്ട് വൈൻ, എന്തൊക്കെ പേരാണ്, ജാം. എനിവേ, ഇതിൻ്റെയും കൂടെ ഇത് കുറച്ചും കൂടെ റെഡാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബ്രൗൺ ഉണ്ട്. ഇത് ഭയങ്കര പിങ്കിയാണ്. ഇത് കുറച്ച് റെഡ്. സി ഓൾറെഡി എത്രമാത്രം ചേഞ്ച് വന്നു. പക്ഷെ ഇവിടെ തീരുന്നില്ല ഗൈസ്. നോ, ഇനി പൗഡറൊക്കെ ഇടുന്ന മുമ്പ് ക്രീം ബേസ് എന്തൊക്കെയാണോ അതൊക്കെ ഇടണം. ക്രീം ബേസ്, ഫോർ എക്സാമ്പിൾ ബ്ലഷ് ഇസ് എ ക്രീം ബേസ്. ബ്ലഷിന് മുമ്പ് ഞാൻ കോൺടോർ ചെയ്യും. ഇതിൽ ഹാഷ് കോൺടോറിങ് ഇല്ല, ബിക്കോസ് ഓൾറെഡി ദർസ് ഇനഫ് കോൺടോർ. ഇത് തന്നെ വേറെ എനിക്ക് സെഫോറയുടെയും കൂടെ ഉണ്ട്. ബട്ട് ഇതിൽ നിന്ന് തന്നെ ഇതാണ് എനിക്ക് പാലറ്റ് ഇഷ്ടം. എല്ലാം ഉണ്ട്, ഒരെണ്ണം എടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് എടുക്കുക. കുറച്ച് കട്ടിയുള്ള ഫ്ലഫി ബ്രഷ്, വാട്ട് എവർ ഇറ്റ്സ് ഫൈൻ. കുറച്ചെടുക്കുക. ഇവിടെ അല്ലാതെ ഇവിടെ ഇടുക. സി, ഇതൊക്കെ പൗഡർ ഇടുമ്പോൾ കുറച്ച് സട്ടിൽ, കുറച്ച് സോഫ്റ്റ് ആവും. സോ എന്നും പറഞ്ഞ് കൂടുതൽ വാരി വലിച്ചിട്ട് വേറെ എവിടെ ഇല്ല. ഇവിടെ മാത്രം കുറച്ചിടും, കുറച്ചൊന്ന് ഷാർപ്പനാകാൻ വേണ്ടിയിട്ട്. സോ യു ഗോ സോഫ്റ്റായിട്ട് ഇട്ടാൽ മതി. ബാക്കി വരുന്നത് നെറ്റിയിലിടും, നിർബന്ധമില്ല. ബട്ട് ഇനി ബ്ലഷ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റെപ്പ് ബൈ ദ വേ, ബ്ലഷ്. സോ ഫോർ ബ്ലഷ് ടേക്ക് ഇതുപോലത്തെ വലിയ ആംഗുലർ ബ്രഷ്. സോ നമ്മുടെ ചീക്കിൽ വെക്കുമ്പോൾ നമുക്ക് ലിഫ്റ്റഡ് ലുക്ക് കിട്ടും. ദിസ് ഇസ് ഫ്രം ഫേ ബ്യൂട്ടി ഇൻ ദ ഷെയ്ഡ് നട്ടി. ഞാൻ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഇടില്ല, ഞാനിവിടെ കുറച്ചെടുക്കും. ബാക്കിൽ യൂസ്വലി യൂസ് ചെയ്യുന്നത്, ബട്ട് ഞാനിത് കയ്യിലെടുക്കും, ബ്രഷിലെടുക്കും. കുറച്ച് ലൈറ്റ് ആയിട്ട് ഡാബ് ചെയ്യത്തുള്ളൂ. ഓ ബ്യൂട്ടിഫുൾ. സി, ഡയറക്റ്റ് ആഡ് ചെയ്തുള്ള പ്രശ്നം കണ്ടോ? അവിടെ അങ്ങനെ ഇരിക്കും, പാച്ചി ആയിട്ടിരിക്കും. നമുക്ക് അധികം അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബ്രഷിലുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സി, എന്താ സോഫ്റ്റായിട്ടാണ് വന്ന് ഇത് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ നെറ്റിയിലും ഇടും. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെയും കൂടെ ഇടും, പുരികത്തിൻ്റെ അവിടെ.
കുറച്ച് മൂക്കിൽ കുറച്ച് കഴിഞ്ഞു. വെയിറ്റ് ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങളെന്നെ ട്രസ്റ്റ് ചെയ്യൂ. നമ്മുടെ ക്രീം ബേസൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിനു മുമ്പ് പൗഡർ ആഡ് ചെയ്യുന്ന മുമ്പ് ഒരു ടെക്നീക്കുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ക്യൂടിപ്സ് അല്ലെങ്കിൽ ഇയർ ബഡ്സ്. ഇത് മേക്കപ്പിന് വലിയൊരു ഹെൽപ്പാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയാലും മേക്കപ്പ് നിങ്ങൾ ഇടുമ്പോൾ ഇത് കുറച്ച് ഒരു 4-5 കൊണ്ടുപോയാൽ ഭയങ്കര നല്ലതാണ്. കാരണം ഞാൻ പറയാം, നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കുറേ വരയും ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. ഈ ഞാൻ ചിരിച്ചിരിക്കും കുറച്ച് നേരം. ഓക്കെ, ഇപ്പം ഈ വരയിൽ കാണിച്ചു തരാം. ഓ കണ്ടോ ഈ വരയിൽ ഇങ്ങനെ വന്നത് കണ്ടോ? അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു പോയിൻറ്റഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഇയർബഡ്സ് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കളയണം. ട്രസ്റ്റ് മീ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ എന്നെ. പിന്നെ ഇവിടെ കണ്ടോ, നമ്മൾ കുറേ ചിരിക്കും. ഒബ്വിയസ്ലി ലൈൻസ് നമുക്ക് എല്ലാവർക്കും ലൈൻസ് ഒക്കെ ഉണ്ട്. പ്രായം അങ്ങനെയൊന്നുമില്ല. നമുക്കതെങ്ങനെ മേക്കപ്പിൽ നമുക്കത് വേഴ്സൺ ആക്കാതിരിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഹൗ ടു സസ്റ്റെയിൻ ഈ ടിപ്സൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പിനെ എത്ര മണിക്കൂർ നിലനിർത്തിക്കൊണ്ട് പോകാമെന്നാണ് നമ്മൾ നോക്കുന്നത്. മേക്കപ്പ് ഒരു പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് അലിഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളെ മേക്കപ്പ് അതനുസരിച്ച് നമ്മൾ ചെയ്യണം. എന്നാലേ മേക്കപ്പ് കുറച്ച് നേരമെങ്കിലും ആടുന്നു. ഞാൻ ആടുമല്ല കേട്ടോ, ആടുന്നു ഫാൻ കാരണം ആടുന്നു. ബട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഇതിനൊക്കെ ഉപയോഗിച്ച് ബ്രഷ് എടുക്കാം. വേറെ ഒന്നും നെക്കണ്ട. ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കയ്യിൽ അങ്ങ് ഉപയോഗിച്ച് കളയാം. നമ്മൾ വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ടടിയിൽ. ഉരയ്ക്കരുത്, കുത്തു. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുക. യു ഡൂ ദ മേക്കപ്പ് വിത്ത് മീ. ചിലപ്പോൾ നിങ്ങൾ പഠിക്കും. പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യും. മേക്കപ്പ് ആക്ച്വലി ഒരു പെയിൻറ്റിങ് ആണ്. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പെയിൻറ് ചെയ്യാണ്. അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ വർക്കായാലോ. സെറ്റിംഗ് പൗഡർ എടുക്കാം. ഓക്കെ, നമ്മുടെ ബ്രഷിൽ ഒരെണ്ണം എടുക്കാം. നമ്മളെന്നിട്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക ബ്രഷിൽ. സ്പഞ്ചല്ല, ബ്രഷ്. ഇവിടെയാണ് നമ്മൾ ബ്ലഷ് എന്തെങ്കിലും കൂടുതലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലങ്ങ് കൂടെ അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. ഓക്കെ. ഞാനെന്ത് വെളുത്തിരിക്കുന്നേ. എൻ്റെ മുഖം പണ്ട് സ്പോർട്സൊക്കെ കളിക്കാൻ പോയിട്ട് അത് കുറച്ച് ടാൻ ആയതാണ്. പക്ഷേ എനിക്ക് ടാനിങ് മാറ്റണം എന്ന്. ഇനി ആരും വന്നിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് കളറാണ് ടാൻ മാറ്റണം എന്നൊന്നും എനിക്ക് വയ്യ. ഇവിടെയും കൊണ്ട് തീരുന്നില്ല പൗഡറിൻ്റെ കളി. ഹുഡ ബ്യൂട്ടി പണ്ട് മേടിച്ചതാണ്. ഇതെടുക്കുക. ഹുഡ ബ്യൂട്ടി വേണമെന്നില്ല, ദിസ് ഇസ് ലൂസ് പൗഡർ. ഇത് നമ്മുടെ മേക്കപ്പിനെ പിടിച്ചു നിർത്തും. ഇത് നമ്മുടെ മേക്കപ്പിനെ ഇത് സെറ്റാക്കുക. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വിടും. ഇത് മേക്കപ്പിനെ ലോങ് ലാസ്റ്റിലേക്കൊന്ന് എല്ലാത്തിനും അലൈൻഡ് ആയിട്ട് വെക്കും. ഈ ലൂസ് പൗഡറിൻ്റെ സത്യാവസ്ഥ പറയാം. ഇപ്പം ഇങ്ങനെ എടുക്കുകയെന്ന് വെച്ചോ, കയ്യിൽ നമ്മൾ കുറച്ചെടുക്കണം. കണ്ടോ എത്ര മാത്രം പൗഡറാണ് നോക്കൂ. ആയേ. ഇത് നമ്മൾ കൂടുതൽ പൗഡർ ഇതിൻ്റെ പുറത്തിട്ടാൽ കേക്ക് ആയിട്ടിരിക്കും. കേക്ക് എന്ന് വെച്ചാൽ ഒരുമാതിരി പൊടി പിടിച്ച പോലെ ഇരിക്കും മേക്കപ്പ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ണിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വിടണം. അതിൽ നിന്ന് തന്നെ സെയിം എടുക്കാം കണ്ണിൻ്റെ അടിയിൽ. ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റെപ്പാണ്. ഇതെടുക്കുക. എനിക്കിത് കഴുകണം ഈ സൈഡ്. ബട്ട് ഇതുപോലത്തെ ഒരു പഫ് എടുക്കുക. ഇത് പാക്കിൻ്റെ ആണ്, PAC പാക്കിൻ്റെ. ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു കോർണർ എടുക്കുക. ഇതാണ് യൂഷ്വലി എടുക്കേണ്ടത്. ബട്ട് യു ക്യാൻ ഓൾസോ യൂസ് ദിസ്. ഓർ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഈ സാധനം ഉണ്ട്, അത് നമ്മൾ തിരിച്ചാൽ മതി. തിരിച്ച് കഴിയുമ്പോൾ ഈ സൈഡ് കിട്ടും. ഇതെടുക്കുക, നെക്കുക. കണ്ടോ, കുറേ ഉണ്ട്. കുറേ ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മേക്കപ്പിനെ പേടിപ്പിക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. കയ്യിൽ ബാക്കി കൊണ്ടുവരാം. ഇത്രമാത്രം വന്നു.
നമ്മൾ എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ചെറിയൊന്ന് ബ്രൈറ്റനിങ്ങിനും ഒന്ന് കണ്ണിൻ്റെ അടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിടുക. കണ്ണിൻ്റെ അടി മാത്രമല്ല നമ്മുടെ ഈ ലൈനിലും. ഇതവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് വെച്ച് തൂത്ത് കളയാം. സോ ഗൈസ്, അങ്ങനെ ബേസ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടു 20 minutes ബേസ് എടുത്തു. പക്ഷേ ഈ മേക്കപ്പ് എനിക്കിത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. അതും കൂടെ ആലോചിക്കണം. നെക്സ്റ്റ് വാട്ട് ഐ ഡു ഇസ് ഈ ലിപ് ടിൻ്റ് ഇല്ലേ അത് മായ്ച്ച് കളയാം. ഓക്കെ, എൻ്റെ ഒരു പിങ്കി ഷെയ്ഡ് ഓൾറെഡി ഉണ്ട്. സോ വാട്ട് ഐ ഡു ഇസ് എൻ്റെ ഒരു വേറെ കീക്കോടെ ലിപ്സ്റ്റൈൻ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് പണ്ട് അമ്മ മേടിച്ചെന്ന് ഹുഡ ബ്യൂട്ടിയുടെ അമ്മ മേടിച്ചെന്നല്ല അമ്മയുടെ മോഷ്ടിച്ചെടുത്തായിരുന്നു. ഹുഡ ബ്യൂട്ടി ലിപ്സ്റ്റൈൻ അത് ഞാൻ ലിപ്പിലൊന്ന് ലിപ്പ് ലൈൻ ചെയ്യും. അത് തീരാറായി. എനിവേ, സോ ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടൊരു എഫക്റ്റ്. എൻ്റെ പുറത്ത് ഞാൻ വേറെ എന്താ ആഡ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ചെറിയ ലിപ്സിന് എടുക്കുക, നടുക്ക് മാത്രം കൊണ്ടുവരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ലിപ്സ്റ്റൈനും ആവശ്യമില്ല. ലിപ് ഗ്ലോസ് ഇട്ടാലും മതി. ബട്ട് എനിക്കിത് ഇഷ്ടമാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ കളി, വിച്ച് ഈസ് കണ്ണ്. സോ നേരത്തെ ഞാൻ ഇവിടെ ഇട്ട സാധനം ഞാൻ കാണിച്ചു തരാം എന്താന്ന്. സീ ദ ലിപ് സ്റ്റെയിൻസ് കാണുന്നുണ്ടോ? ഫസ്റ്റ് വൺ ഈസ് കവർ ഗേൾ, മാസ് ആൻഡ് നിക്സിൻ്റെ. സീ, ഇനി അടുത്ത് വാട്ട് ഐ ഡു ഇസ് നാച്ചുറൽ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ബ്ലാക്ക് അല്ല ബ്രൗൺ കൊണ്ടും. ദിസ് ഇസ് ഫ്രം സെഫോറയുടെ ഐലൈനറാണ്. ഇത് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇടുന്നതായിരിക്കും. ഞാൻ ഇട്ടിട്ട് വരാം. സോ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ബ്രൗൺ ഇത് വെച്ചിട്ട്. എന്നിട്ട് ചെറിയൊരു ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ കണ്ണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. എന്തെങ്കിലുമൊക്കെ കണ്ണടി പോവും. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാലറ്റ്, കെ ബ്യൂട്ടിയുടെ ബെയർ സോൾ. ഇതിനകത്ത് എല്ലാ ബ്രൗൺ ഷെയ്ഡ്സും ഉണ്ട്, വിച്ച് ഹെൽപ്സ് വിത്ത് മൈ തിങ്. ഓക്കെ, ഒരു ഫ്ലഫി ബ്രഷ് എടുക്കുക. ടോസ്റ്റിൽ യു ബ്രിങ് ടു ടോസ്റ്റ്. ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, തംബ്നെയിൽ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്രീം എടുക്കുക. ദിസ് ലൈറ്റർ ഷെയ്ഡ് പകുതി വരെ കൊണ്ടുവരിക. ഈ അറ്റത്ത് മാത്രം ഇട്ടിട്ട് പകുതി വരെ യു ബ്രിങ്. ഓക്കെ, ദിസ് മൈ നാച്ചുറൽ മേക്കപ്പ്. ഈ ഒരു ബ്രൗൺ എടുക്കുക, ദിസ് ചോക്ലേറ്റ് ബ്രൗൺ ഈ അറ്റത്തിടുക. ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഞാൻ നോ മേക്കപ്പ് ലുക്ക് അല്ല പറഞ്ഞത്, ഞാൻ നാച്ചുറൽ മേക്കപ്പാണ് പറഞ്ഞത്. ഓക്കെ, ഗ്ലാം ലുക്ക് അല്ല. ഒരു ഓംബ്രെ എഫക്റ്റ് വന്നില്ലേ? ഓക്കെ, സോ ഐ ലുക്ക് കിട്ടി. ഇനി ഒരു ബ്രൗൺ ഇവിടെ ഉണ്ടായിരുന്നത് കണ്ടോ? സോ അത് ഞാൻ കുറച്ച് എൻഹാൻസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷ് മതി. ഇതൊരു ബ്രൗൺ എടുത്തിട്ട് ദിസ് എടുത്തിട്ട് ജസ്റ്റ് വരച്ച് വിടും. സി, ഡാർക്ക് ബ്രൗൺ. ബ്ലാക്ക് എടുക്കാം കേട്ടോ. ബ്ലാക്ക് കൂടെ എടുക്കാം. എടുത്തു. കൊളമായി. ഇതെന്ത് ഭംഗിയായിട്ടാണ് വന്നത്. ഇതെന്തുവാ? അപ്പം നമുക്ക് കുളമായ ഞാൻ പഠിപ്പിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതുപോലത്തൊരു ഫ്ലഫി ബ്രഷ് എടുക്കുക. നമ്മൾ ഇത് ഇങ്ങനെ ഒരു സി വരയ്ക്കുക മുകളിൽ നിന്ന് ഇങ്ങനെ. സി, അപ്പോൾ തന്നെ ഒരു ഇതായി. എന്നിട്ട് നമ്മൾ ഉള്ളത് തന്നെ കണ്ണിൻ്റെ അടിയിൽ കൊണ്ടുവരണം. കണ്ണിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വരയ്ക്കണം. ഓക്കെ, നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നത് ഓൺലി അപ്വേർഡ്സ് മോഷൻ. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാം ലുക്ക് ആവും. ഇതെന്തോ ഇത് ഞാൻ ശരിയാക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ശരിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ കണ്ണ് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചും കൂടെ ഗ്ലാം ലുക്ക് ആയതുപോലെ. സോ ഞാൻ ഈ അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നതായിരിക്കും. കൂടുതലല്ല, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്.
മാറ്റമുണ്ടോ? എന്തുവാ? ഓക്കെ, എനിവേ ഇറ്റ്സ് ഫൈൻ. യു ഡു യു. കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ഇനി കണ്ണൊന്നുമില്ല. ഇനി വാട്ട് ഐ ഡു ഇസ് കേൾ ദ ലാഷസ്. അയ്യോ കണ്ണ്. വാവ്. ചിലരുടെ മനസ്സിൽ വിചാരമുണ്ട് മേക്കപ്പ് ഇങ്ങനെ കൺസീലർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട്, ഐ മീൻ അത് തെറ്റാണെന്നല്ല പറഞ്ഞ്, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അത് തെറ്റാണെന്നല്ല, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. ഈ കൺസീലർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട്, ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ ബ്ലഷിങ്ങിന് ഇട്ട്, മസ്കാര ഇട്ട്, കണ്ണിൻ്റെ അടിയിൽ കാതിലിട്ട് ഇറങ്ങും. മതി, ധാരാളം. അത് തെറ്റാണെന്നല്ല, പക്ഷെ ചിലപ്പോൾ അത് ചിലവർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട് പേഴ്സണലി, എൻ്റെ ഫേസിന്, എൻ്റെ സ്കിന്നിന്. പക്ഷേ അതെനിക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് സ്കിൻ മേക്കപ്പ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് 10 മിനിറ്റ് മേക്കപ്പ് ഒന്നും പറ്റത്തില്ല. ബട്ട് ഇത് ഐ ട്രൈ മൈ മാക്സിമം. ഓക്കെ, Maybelline Sky High Mascara. ഇത് മതി, വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ഒന്നര വർഷമായി തീർന്നിട്ടില്ല. ഞാൻ മസ്കാര കണ്ണെടുത്തിട്ട് ഇടാറ്. ഐ ഡോണ്ട് നോ വൈ. ഗൈസ്, കാക്കയുണ്ട്. നിങ്ങൾക്ക് കാക്കയുടെ ശല്യം കേൾക്കുന്നില്ലല്ലോ? ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയായിരിക്കും. ഉള്ള ഒരു ഫേസിനെ ഞാൻ എൻഹാൻസ് ചെയ്തു, അത്രേ ഉള്ളൂ. കൂടുതൽ ബ്ലഷ് ഒന്നും തോന്നുന്നില്ല, കോൺടോറിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. കരിയുന്ന മണം. ഫോൺ കരിയുന്നോ? ഹലോ? ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രേ ഉള്ളൂ. പുരികം ഞാൻ അങ്ങനെ, എൻ്റെ കയ്യിൽ പുരികത്തിന് ഈ എൽഫിൻ്റെ ഇതുണ്ട്, പക്ഷെ ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൂ ആണ്. ബ്രൗ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബ്രൗസ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഞാനിത് ഇന്നും ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് നാച്ചുറൽ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ല, നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട്, കാണിച്ചത്. സോ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് മേക്കപ്പ് ഫിക്സർ നോബുലെസ് അറിയത്തില്ല, അമ്മയുടെയാണ്, മോഷ്ടിച്ചെടുത്തതാണ്. അമ്മയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ മോഷ്ടിച്ചെടുത്തു. നല്ല സംഭവമാണ് ഇത്. നമ്മുടെ ഈ ഇപ്പോൾ ഒരു ഡിഫറൻസ് കാണിച്ചാൽ നിങ്ങളത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് മേക്കപ്പ് എല്ലാത്തിനും കൂടെ മെൽറ്റ് ചെയ്യും. കാം ഡൗൺ. ഇതല്ല, ഇതൊന്ന് ഉണങ്ങട്ടെ. ഓക്കെ, സോ ഇത് സെറ്റിംഗ് സ്പ്രേ ഒന്ന് ഉണങ്ങി ഞാൻ കാറ്റ് വീശി ഉണക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഓൾറെഡി ടിൻറ്റുണ്ടേ. ആ ടിൻറ്റിൽ നമുക്കൊരു ലിപ് ബാം ഇടാം. ക്ലിയർ ലിപ് ഗ്ലോസ്. ഒന്നുമില്ല, കളറില്ല. ഇതിലിപ്പോൾ എവിടെ കാണിക്കണം? കണ്ട, ക്ലിയർ ലിപ് ഗ്ലോസ്. എങ്ങനെയുണ്ട്? അയ്യോ, എൻ്റെ മൈക്കിൽ മുടി വന്നു. സോ ദിസ് ദ ഫൈനൽ ലുക്ക്. കണ്ണ് കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്തു, മസ്കാര ഇട്ടു. ഞാൻ ബ്ലാക്കിന് പകരം ബ്രൗൺ ആണ് ഉപയോഗിച്ചത്, കണ്ണിൻ്റെ അടിയിൽ മുകളിലൊക്കെ വാട്ടർ ലൈനിലിടാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് മോർ നാച്ചുറൽ. ബ്ലാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ബ്ലാക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ബട്ട് ഞാൻ ബ്രൗൺ ഉപയോഗിച്ചു ബിക്കോസ് അവിടെ ഉണ്ട്. സ്റ്റിൽ ചെസ്റ്റ് ആൻഡ് നെക്ക് കളർ ഇസ് ഡിഫറെൻറ്റ്. But at the same time, this is വീണ്ടും സിമിലർ. ബട്ട് ഇപ്പോൾ ഞാൻ തന്നെ സോറി പറയുന്നത്. ബട്ട് ഇപ്പോൾ അതേസമയം ഇത് മൂന്നും ഡിഫറെൻറ്റാണ്. ഇറ്റ്സ് ഹ്യൂമൻ ബോഡി. നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പല വെയിലിൽ പല ബോഡി പാർട്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സ്ലീവ്ലെസ് ആയിരിക്കും, സ്ലീവ് ഉണ്ട്, മുഖം ചിലപ്പോൾ മാസ്ക് ഇടും. യു നെവർ നോ. സോ ബട്ട് ഐ വിൽ ട്രൈ ഫൈൻഡിങ് ഔട്ട് ദിസ് ഷെയ്ഡ്. ഞാൻ എൻ്റെ ഈ ഷെയ്ഡ് മുഖത്ത് കൊണ്ടുവരാൻ ഞാൻ നോക്കാം ഒരു ദിവസം. ഇവിടെ അല്ല, പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടാ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. ബിക്കോസ് ഒന്നുമില്ല, താങ്ക് യു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് എൻ്റെ മേക്കപ്പാണ്. ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മേക്കപ്പാണ്. ചിലവർക്ക് പലതായിരിക്കാം. ബട്ട് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയാം. ജസ്റ്റ് വാച്ച് ഇറ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്.
സോ താങ്ക് യു. ഐ കം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. മറ്റേ വ്ളോഗിൽ ഈ നൈറ്റി അല്ല, വേറെ നൈറ്റി ഞാൻ കാണിക്കാം. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓൾസോ മൈ മൈക്ക്. ഓക്കെ.